പത്തനംതിട്ട ഓമല്ലൂരിലെ വൃദ്ധസദനത്തിൽ മോഷണക്കുറ്റം ആരോപിച്ച് 17-കാരന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. കട്ടപ്പന അണക്കര സ്വദേശിയായ 17-കാരനാണ് എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ വെച്ച് ക്രൂരമായി മർദ്ദനമേറ്റത്. വൃദ്ധസദനത്തിന് ലൈസൻസ് ഇല്ലെന്നും പലരുടെയും ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ടെന്നും ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അമിതമായി ജോലി ചെയ്യിപ്പിക്കുമെന്നും തിരിച്ച് വീട്ടിൽ പോകാൻ അനുവദിക്കുമായിരുന്നില്ല എന്നും അന്തേവാസികളിൽ ഒരാളായ കുട്ടി പറഞ്ഞു. നമ്മളെ കൊണ്ട് ജോലി ചെയ്യുന്നതിനനുസരിച്ച് അവർ പൈസ തരുമോ? നമ്മളെ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് ജോലി ചെയ്യിക്കും. അവര് നമ്മളെ കൊണ്ടിട്ട് പണി ചെയ്യിപ്പിക്കുക. അവരുടെ പെരുമാറ്റം ശരിയല്ല. ഇവിടെ റൂം കൂട്ടിയിടത്തില്ലേ? റൂം കൂട്ടി സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ സമ്മതിക്കുന്നു. ഒന്നും പറ്റത്തില്ല. എന്നെ ഇവിടുന്ന് വിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും വീട്ടിൽ നിന്ന് വരട്ടെ, അവര് പറയട്ടെ. വസ്തു ഒന്നും എന്റെ വസ്തു ഒന്നും ഞാൻ ഒന്നും പറയട്ടെ. എന്നോട് ചോദിച്ചിട്ടില്ല, വസ്തുവിന്റെ കാര്യം ചോദിച്ചിട്ടില്ല. വിവരങ്ങളുമായി പ്രസാദ് എം ജെ ചേരുന്നുണ്ട്. പ്രസാദ്, എന്തായാലും ഒരു ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ വരുന്നത്. വൃദ്ധസദനത്തിൽ മോഷണക്കുറ്റം ആരോപിച്ചാണ് 17-കാരന് ക്രൂരമർദ്ദനം. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഈ സ്ഥാപനത്തെ കുറിച്ച് മുമ്പും നിരവധി തവണ പല പ്രാവശ്യമായിട്ട് ഇതുപോലെ തന്നെ പലതരത്തിലുള്ള കേസുകൾ എടുത്തിട്ടുണ്ട്. ഇദ്ദേഹം വാഴമുട്ടം, പത്തനംതിട്ടയിലെ വാഴമുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ബിനു എന്ന് പറഞ്ഞുള്ള ഒരു പാസ്റ്ററാണ്. ഇയാള് പല പ്രാവശ്യത്തിൽ പോയി പലതരത്തിൽ തന്നെ ഈ ഓമല്ലൂർ പഞ്ചായത്തിന്റെ ഈ ലൈസൻസ് ഇല്ലാതെയാണ് ഈ വൃദ്ധസദനം പ്രവർത്തിക്കുന്നത്. അപ്പം സമാനമായ രീതിയിൽ 2 വർഷം മുമ്പ് തന്നെ ഈ ഓമല്ലൂർ പഞ്ചായത്തിലെ സന്തോഷ് മുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ തന്നെ അന്യദേശത്ത് നിന്നും വന്ന മധ്യപ്രദേശിലും യു പിയിൽ നിന്നും വന്ന ഈ പെൺകുട്ടികളെ ഏകദേശം 25ഓളം തന്നെ പെൺകുട്ടികളെ താമസിപ്പിച്ചെന്നുള്ള ഒരു പരാതിയിൽ അന്ന് തന്നെ കഴിഞ്ഞ വർഷം തന്നെ പഞ്ചായത്ത് അധികാരിയും പോലീസും വന്ന് അവരെ ഈ കുട്ടികളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ടുള്ള ഒരു സംഭവം നേരത്തെ തന്നെ കഴിഞ്ഞ വർഷം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും ഈ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുകയും ഇയാളെ കുറിച്ചൊരു നിശബ്ദനായിരുന്നു. വീണ്ടുമാണ് ഓമല്ലൂർ ഇപ്പോൾ ചെന്നീർക്കര, ഓമല്ലൂരിനടുത്ത് തന്നെ ചെന്നീർക്കര ഉള്ള ഒരു ഭാഗത്താണ് വീണ്ടും ഈ സ്ഥാപനം ആരംഭിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനോട് പറയാൻ കാരണം, ഇപ്പോൾ ഈ 17 വയസ്സുകാരനായിട്ടുള്ള ഈ യുവാവ് ഇടുക്കി കട്ടപ്പന സ്വദേശിയാണ്. അപ്പോൾ അവരുടെ അമ്മ ഈ പാസ്റ്ററുമായിട്ട് അവർ വീട്ടിലെ ദൈനംദിന ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ 17-കാരന്റെ തുടർ പഠനവും ബാക്കിയുള്ള കാര്യങ്ങളും ചെറിയ തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്ത് ഈ അന്തേവാസി ഈ സ്ഥാപനത്തിലെ ജോലി ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ പയ്യനെ സംരക്ഷിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ കൺവിൻസ് ചെയ്തിട്ടാണ് ഇടുക്കിയിൽ നിന്നും ഈ പയ്യനെയും ഈ ഓമല്ലൂരിലേക്ക്, ഈ അന്തേവാസി കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ പയ്യന് പുറത്തു പോകാതെ തന്നെ വലിയ മുതിർന്ന ആൾക്കാരെടുക്കത്തക്ക തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുകയും ആ ജോലി ചെയ്യാതെ ഇദ്ദേഹത്തെ ഈ പഠനത്തിന് പുറത്തു വിടുകയും ഈ റൂമിൽ തന്നെ പൂട്ടിയിടുകയും തുണി കലക്കുക, അവരെ ഈ അന്തേവാസികളെ കുളിപ്പിക്കുക, ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യിപ്പിക്കുക. അത് ചെയ്യാതെ ഇയാളെ വീട്ടിൽ അമ്മയോടൊക്കെ തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജോലി ചെയ്യാതെ വന്ന ബുദ്ധിമുട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ബിനി പാസ്റ്ററും മറ്റ് അനുയായികളും ഒക്കെ ഈ പയ്യനെ അടിക്കുകയും അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പൊ ഈ പയ്യൻ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇവരെ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനം നടത്തി ഈ പയ്യന്റെ ദുരിതങ്ങളൊക്കെ പറഞ്ഞു. നിലവിൽ ഇപ്പോൾ പത്തനംതിട്ട പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. പിന്നെ ചൈൽഡ് വെൽഫെയർ പ്രൊട്ടക്ഷൻ അന്വേഷണ വിധേയമായി തന്നെ ഇതിന്റെ ലൈസൻസ് നിലവിൽ ഓമല്ലൂർ പഞ്ചായത്തിന്റെ നമുക്ക് മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ വിവരങ്ങളൊക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. തുടർ നടപടികളുമായി കേസെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത്. അരുണിമ. ശരി, വ്യക്തമാണ്. എന്തായാലും ഗുരുതരമായ ഒരു വിഷയം തന്നെയാണിത്. വൃദ്ധസദനത്തിൽ മോഷണക്കുറ്റം ആരോപിച്ച് 17-കാരനാണ് ക്രൂരമർദ്ദനമേറ്റിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കട്ടപ്പന അണക്കര സ്വദേശിയായിട്ടുള്ള 17-കാരനാണ് ക്രൂരമായ മർദ്ദനമേറ്റു എന്നൊരു വിവരം ലഭിക്കുന്നത്. വൃദ്ധസദനത്തിന് ലൈസൻസ് ഇല്ല എന്നൊരു വിവരം കൂടിയുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു വൃദ്ധസദനത്തിലെ പലരുടെയും ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ട് എന്നുമാണ് ഇപ്പോൾ ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. അമിതമായി ജോലി ചെയ്യിപ്പിക്കുമെന്നും തിരിച്ച് വീട്ടിൽ പോകാൻ അനുവദിക്കുകയില്ല എന്നൊക്കെയാണ് അന്തേവാസികൾ ഒക്കെ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ക്രൂരമായ മർദ്ദനമാണ് 17-കാരൻ ഏറ്റത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പോലീസ് ഊർജിതമായ നടപടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് പ്രസാദ് എം ജിയാണ്.